ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ഒരു യോഗിക്കും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയ്ക്കും യുദ്ധക്കളത്തിൽ പോരാടുന്ന ഒരു പട്ടാളക്കാരനും വിമാനം ഓടിക്കുന്ന പൈലറ്റിനും എല്ലാവർക്കും ശ്രദ്ധ കൂടിയേ തീരൂ. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയ ആപത്ത് വരുത്തി വയ്ക്കാൻ. അത് അവർക്കും അവരുടെ കൂടെ ഉള്ളവർക്കും ദുഃഖവും ദുരിതവും വരുത്തി വയ്ക്കും. ഇന്ന് നമുക്ക് അറിവുണ്ടെങ്കിലും ബോധം വളർന്നിട്ടില്ല. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സിഗരറ്റ് വലിക്കുന്നു. എന്നാൽ ക്യാൻസർ വന്നതിന് ശേഷം ഇനി സിഗരറ്റ് വലിച്ചാൽ താൻ മരിച്ചു പോയേക്കുമെന്ന് തിരിച്ചറിയുന്ന രോഗി ആരുടെയും ഉപദേശമില്ലാതെ തന്നെ ആ സിഗരറ്റ് വലി അങ്ങ് നിർത്തുന്നു. അറിവിനെ ബോധത്തിലേക്ക് ഉയർത്തുവാൻ ഓരോ കർമ്മത്തിലും വിവേക ബുദ്ധി കൂടി ഉപയോഗിച്ച് ശ്രദ്ധയോടെ നാം നീങ്ങേണ്ടതുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ഭാവമാണ്. അത് ഉണർത്തി നിലനിർത്തുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ബോധം ഉണർന്നു കഴിഞ്ഞാൽ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവൻ ഒരു തുറന്ന പുസ്തകമാണ്. ചെറിവിന്റെ ലോകം. വിവേകത്തോടും ശ്രദ്ധയോടും നാം ചെയ്യുന്ന ഓരോ കർമ്മം മാത്രമാണ് നമ്മുടെ ഓരോ പ്രാർത്ഥന. ബോധപൂർവം ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും അതവന്റെ പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി പ്രത്യേക സമയം നീക്കിവെക്കേണ്ട ആവശ്യവുമില്ല. ജീവിതത്തെക്കുറിച്ചോ ജീവിത മോക്ഷത്തെക്കുറിച്ചോ ഭയക്കേണ്ടതുമില്ല. എല്ലാ വിജയവും അവരെ തേടിയെത്തും. ഷുവർ.